സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്തേക്ക് വന്ന കാന്തപുരം ഉസ്താദ് ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ 38 വർഷം പൂർത്തിയാക്കുകയാണ്. ആകെ എസ്വൈഎസിന്റെ വയസ്സ് 60ആണെങ്കിൽ അതിന് പകുതിയിലേറെ വർഷവും ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് പ്രസ്ഥാനത്തെ ചലിപ്പിച്ച കാന്തപുരം ഉസ്താദ് ആണ് ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണും ജീവനാടിയും എന്ന് നാം ചിന്തിച്ചുകൂടാ. തുടർന്ന് 76 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ അനുജൻ ഇ.കെ. ഹസൻ മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി തുടർന്നു. 982 മുതൽ 995 വരെയുള്ള കാലത്ത് ഇന്ന് നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എസ്വൈഎസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നു. അന്നും ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദ് തന്നെയായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. 995 മുതൽ 2001 വരെ ഉള്ള കാലത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി സംഘടനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലത്ത് ബഹുമാനപ്പെട്ട കെ.പി. ഹംസ മുസ്ലിയാർ ചിത്താരി മഹാനവറുകൾ എസ്വൈഎസിന്റെ സെക്രട്ടറിയായി. 2001 മുതൽ 2004 വരെയുള്ള കാലത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ രംഗത്ത് വന്നു. 2004 മുതൽ 2007 വരെ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എസ്വൈഎസിന്റെ സംസ്ഥാന പ്രസിഡന്റും സി മുഹമ്മദ് ഫൈസി മർക്കസ് ജനറൽ മാനേജറായ സി മുഹമ്മദ് ഫൈസി എസ്വൈഎസിന്റെ സെക്രട്ടറിയുമായി. 2007 മുതൽ 2010 വരെ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തന്നെ വീണ്ടും പ്രസിഡന്റായി പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. 2010 മുതൽ ഇന്ന് 2014 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ന് വീണ്ടും എസ്വൈഎസിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരും ജനറൽ സെക്രട്ടറിയായി പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയും നിലനിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 60 വയസ്സായി പൂർത്തിയായ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ഇത്രയും കാലഘട്ടം ഈ പ്രസ്ഥാനത്തെ നയിച്ച മഹാരഥന്മാർ ഇത്രയും വലിയ ആളുകളാണ്. ഇതിൽ എസ്വൈഎസ് ഏറ്റവും വലിയ ബഹുജന സംഘടനയായി മാറുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നത് മുതലാണെന്നത് പ്രസ്ഥാനത്തിന്റെ ചരിത്രമറിയുന്ന ആർക്കും മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുമാണ്. ഈ സംഘടനയെ കുറിച്ച് ഇനി സമയം വളരെ വൈകിയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കി കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഹെൽത്ത് സ്കൂൾ ഇതിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മഹല്ലിൽ നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളായ ബഹുമാനപ്പെട്ട CP അഹമ്മദ് അവറുകളാണ്. അദ്ദേഹം ദീർഘകാലഘട്ടം ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം ഫാർമസി സൂപ്രണ്ടായി മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കീഴിൽ ഫാർമസി സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആശംസ സ്വാഗതമായി അർപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യും. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ വാർഡ് മെമ്പർ കൂടിയായ കെ. സുരേന്ദ്രൻ സാർ അവറുകളാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു മുൻ വാർഡ് മെമ്പറും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട ഇ.കെ. മൂസ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തിന് ഞാൻ വളരെ മംഗളമായി തന്നെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അയ്യൻകുയ്യൻ അബ്ദുള്ളക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മഹല്ലി പ്രസിഡന്റ് PMK ഫൈസി അവറുകൾ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നാണി മുസ്ലിയാർ, പാണിക്കര വിച്ചാപ്പു ആജി തുടങ്ങി ഒരുപാട് വ്യക്തിത്വങ്ങൾ സ്റ്റേജിലും സദസ്സിലുമായുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു. സാന്ത്വനത്തിന്റെ നമ്മുടെ പരിപാടിയുടെ ഭാഗമായിട്ട് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. രക്തദാനം ചെയ്യാൻ സന്നദ്ധരായ ആളുകൾ നമുക്കറിയല്ലോ, പലപ്പോഴും നെഗറ്റീവായ ബ്ലഡ് ഉള്ള ആളുകൾക്ക് ചില അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ വിഷമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ദാനം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ അവിടെ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള പുസ്തകമൊക്കെ അവിടെ ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് ചേർക്കുന്നത് മഹത്തായ ഒരു പരിപാടിയാണ്. അതിലേക്ക് എല്ലാവരും മുന്നോട്ട് വരണം എന്ന് കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം
നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ AP അബ്ദുൽ കുട്ടി സാർ, BHMS MSc സൈക്കോളജിയാണ് അദ്ദേഹം. നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം എത്തി നമ്മളെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം വല്ല സംശയവും ഉണ്ടെങ്കിൽ അത് ഈ വേദിയിൽ വെച്ച് തന്നെ ചോദിച്ച് അതിന് പരിഹാരം തേടാവുന്നതുമാണെന്ന് കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ റസാഖ് മാസ്റ്റർ, റഹ്മത്തുള്ള സഖാഫി, അബ്ദുൽ സമദ് മാസ്റ്റർ, അതുപോലെ തന്നെ SSFന് പ്രതിനിധിച്ചുകൊണ്ട് സജീർ, അതുപോലെ മുഹമ്മദ് സത്താഫി തുടങ്ങി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രസിഡന്റിനെ തൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔപചാരികമായ ഉദ്ഘാടനം മുൻ വാർഡ് മെമ്പർ K. സുരേന്ദ്രൻ സാർ നിർവഹിക്കുന്നു. ആദരവോടുകൂടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, SYSന്റെ കരുത്തരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് വളരെ അവസരോചിതമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം വരൾച്ച, അതുപോലെ തന്നെ കൊടും ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ട് വരുന്ന ഈ സാഹചര്യത്തിൽ പല രോഗങ്ങളും നമുക്ക് വരാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് വളരെ അത്യന്താപേക്ഷിതവുമാണ്. ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഇത്തരത്തിലുള്ള ഗ്രാമസഭകളൊക്കെ തന്നെ ആരോഗ്യം ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രാമസഭകളൊക്കെ നടത്താറുണ്ട്. എന്നാൽ ആ ഗ്രാമസഭകളിലൊക്കെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് കൂടുതലായിട്ടും ഉണ്ടാകാറുള്ളത്. പുരുഷന്മാര് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഗ്രാമസഭകളിൽ പങ്കെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരവും ധാരണയും നൽകാൻ സാധിക്കാറില്ല. നമുക്കറിയാം, നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എല്ലാവരും നമ്മളെ പുകഴ്ത്തി പറയുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. 2-3 നേരം നമ്മളൊക്കെ കുളിക്കും. അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് ഇല്ലാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിസര മലിനീകരണത്തിന്റെ കാര്യത്തിലും പൊതുജലാശയം മലിനപ്പെടുത്തുന്ന കാര്യത്തിലും അന്തരീക്ഷ വായു മലിനപ്പെടുത്തുന്ന കാര്യത്തിലും ഭക്ഷ്യധാന്യങ്ങളിൽ മായം ചേർക്കുന്ന കാര്യത്തിലും പഴം പച്ചക്കറികളിൽ മാലിന്യം കലർത്തുന്ന കാര്യത്തിലും ഒക്കെ തന്നെ നമ്മൾ ഏറെ മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വ്യക്തി ശുചിത്വം എത്ര തന്നെ ഉണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷാംശം കലർന്നതാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധജലമല്ല. നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധവായുവല്ല. അതുപോലെ നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒന്നും ഇന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ആഹാര രീതികളൊക്കെ തന്നെ ഇന്ന് നാട്ടുമ്പുറങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറിപ്പോയിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ ഇന്ന് കരിച്ചതും പൊരിച്ചതും അതുപോലെ തന്നെ ബ്രോസ്റ്റ് കടകളിലൊക്കെ പോയിട്ട് ബ്രോസ്റ്റ് കഴിക്കുകയും അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മുടെ അങ്ങാടികളിലൊക്കെ മന്തി സ്റ്റോറുകൾ, ഇപ്പൊ അങ്ങാടികളിൽ ചെന്ന ഓരോ ദിവസം ഇന്നില്ലാത്ത മന്തി സ്റ്റോർ ആയിരിക്കും നാളെ. ഓരോരോ സൗദി മന്തി, ഖത്തർ മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറുകൾ, അവിടെയൊക്കെ നടക്കുന്ന കച്ചവടങ്ങൾ, കടകൾ, ഈ സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും കിട്ടിയ അവസരത്തിൽ രണ്ട് വാക്ക് നിങ്ങളോട് പറയാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കർമൂസ പറിച്ച് കറി വെക്കാൻ ഉപയോഗിക്കുന്നില്ല, മുരിങ്ങ പറിച്ച് കറി വെക്കാൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ തമിഴ്നാട്ടുകാരൊക്കെ ഉണ്ടാക്കുന്ന എൻഡോസൾഫാനുകളൊക്കെ അടിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ആഹാര രീതി. അതുകൊണ്ടാണ് ഇന്ന് ഈ രീതിയിലുള്ള പല രോഗങ്ങളും നമുക്ക് വന്നുപെടുന്നത്. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം, ശുദ്ധജലം എന്ന് പറയുന്ന സാധനം വെറും 10% മാത്രമാണുള്ളത് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 90% മാലിന്യം കലർന്ന വെള്ളമാണ്. അപ്പോ ഈ തരത്തിൽ നമ്മൾ കഴിക്കുന്നതൊക്കെ മാലിന്യം കലർന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നുപെടുന്നത്. ഈ ആരോഗ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഫുഡ് ഈസ് മെഡിസിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആഹാരമാണ് മരുന്ന്, അല്ലാതെ നമുക്ക് രോഗം വന്ന് ചികിത്സിക്കുന്നതല്ല. ഫുഡ് ഈസ് മെഡിസിൻ. അതുപോലെ തന്നെ ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്, ഫുഡ് ഈസ് മെഡിസിൻ. ഈ രണ്ട് സംഭവങ്ങളും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഈ നമുക്ക് എത്ര സമ്പത്തും സ്വത്തും മുതലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പനി വന്നാൽ ഇഞ്ചക്ഷൻ വെക്കാനുള്ള സ്വത്ത് നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മളൊക്കെ തന്നെ പരിസര മലിനീകരണത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പൊതുനിരത്തുകളിലും അതുപോലെ തന്നെ പൊതുജലാശയങ്ങളിലൊക്കെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇതിലൊക്കെ പോണ തോടുകളിലൊക്കെ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ട് തള്ളിവിടുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ ഈ തോട്ടിലൊന്നും പോയി മര്യാദയ്ക്ക് കുളിക്കാൻ പറ്റില്ല. കാരണം കുളിച്ചു കഴിഞ്ഞാൽ ഈ കോഴി വേസ്റ്റിന്റെയും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ മുങ്ങി പൊന്തുമ്പോൾ നമ്മുടെ തലയിലൊക്കെ ആയിരിക്കും ചാക്കും കെട്ടുണ്ടാവുക. അങ്ങനത്തെ അവസ്ഥയാണ്. ചാലിയാറിലെ വെള്ളത്തിന്റെ അവസ്ഥ എന്താ? ചാലിയാറിലെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കയറിയിട്ട് നല്ല വെള്ളം കൊണ്ട് കേൾക്കേണ്ട സാഹചര്യമാണ്. ആ രീതിയിൽ മലിനപ്പെട്ടു പോയി നമ്മുടെ പരിസ്ഥിതി ആകെ. അതുകൊണ്ട് തന്നെ ഈ ബോധവൽക്കരണ ക്ലാസ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള APJ അബ്ദുൽ കലാമിന്റെ ഒരു കൈപ്പുസ്തകമുണ്ട്. 2070 ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് പ്രതിപാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം. ആ പുസ്തകം CD ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം. അതിൽ പറഞ്ഞിരിക്കുന്നത് 2070 ആകുമ്പോഴേക്കും ശുദ്ധജലം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് രാജ്യത്ത് കിട്ടാൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ 2070 മനുഷ്യര് 25 വയസ്സാകുമ്പോഴേക്കും 70 വയസ്സാകുന്ന രീതിയിൽ അവരുടെ ശരീരങ്ങളും തൊലികളൊക്കെ ചുറ്റിച്ചുരണ്ട് താടിമുടിയൊക്കെ നിറച്ച് 25 വയസ്സാകുമ്പോഴേക്കും 70 വയസ്സാകുന്ന രീതിയിലേക്ക് 2070 ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യരെത്തിപ്പെടുമെന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 2070 മനുഷ്യരുടെ അവസ്ഥയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ന് സോമാലിയ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ കാണുന്ന മനുഷ്യര്, സോമാലിയയിൽ നമ്മൾ കാണുന്ന മനുഷ്യര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടിവികളിലൊക്കെ, തൊലിയും ശരീരമൊക്കെ ചുറ്റിച്ചുരുണ്ട്, പിന്നെ ഒരു വയറ് ചാടിക്കൊണ്ട് പാറമടകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന മനുഷ്യരെ സോമാലിയയിൽ നമ്മൾ കാണും. ആ സോമാലിയ എന്ന് പറയുന്ന രാജ്യം പണ്ട് നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ജൈവ സമ്പത്തും ഫലഭൂയിഷ്ടിയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തി കൊണ്ട് മാത്രമാണ് സോമാലിയ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതെന്നാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. അതേ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെടുമെന്നാണ് പറയുന്നത്.
2070 ആകുമ്പോഴേക്കും ഈ രീതിയിൽ ഇന്ന് മനുഷ്യർ ഇവിടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു സംശയമില്ല 2070 ആകേണ്ട ആവശ്യമുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കുടിവെള്ളത്തിന്റെ ഒക്കെ കാര്യത്തിൽ ഓരോ വർഷവും നമ്മുടെ ഭൂമിയിൽ വെള്ളത്തിന്റെ അളവ് ഓരോ മീറ്റർ കണ്ട് ഭൂഗർഭ ജലത്തിന്റെ കണക്കനുസരിച്ച് ഓരോ വർഷവും 1 മീറ്റർ കണ്ട് ആഴത്തിലേക്ക് വെള്ളം പോവാന്നാ പറഞ്ഞത്. നമ്മൾ യാതൊരുവിധ ഈ ജൈവ സമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾക്ക് കിട്ടുന്ന മഴവെള്ളത്തെ സംഭരിച്ചു വെച്ചുകൊണ്ട് ഈ ഭൂമിയെ സമ്പുഷ്ടമാക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ പ്രവൃത്തികളും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ പരമാവധി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പൊതുജലാശയങ്ങളും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളൊക്കെ തന്നെ മണ്ണിട്ട് തൂർത്തുകൊണ്ട് വെള്ളം എന്ന് പറയുന്ന സാധനത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് 2070 ആകുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് മനുഷ്യർ, ഇന്ത്യ രാജ്യത്തെ മനുഷ്യരെ ആയിത്തീരുന്ന ഒരവസ്ഥ ക്ലാസുകളിലും പരിപാടികളിലും പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ച അറിവുകൾ വെച്ച് പറയുകയാണ്, നമ്മൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ യാതൊരു സംശയമില്ല നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തണം. നമ്മളുടെ പൂർവികർ പണ്ട് കാലത്ത് ഏതെല്ലാം രീതിയിൽ പോയിരുന്നോ ആ പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ നമുക്ക് യാതൊരു രക്ഷയുമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഈ ശുചിത്വവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശുചിത്വമാണ് മെയിൻ. ശുചിത്വത്തിൽ നിന്നാണ് ആരോഗ്യം ഉണ്ടാകുന്നത്. അപ്പൊ ശുചിത്വവും ആരോഗ്യവും തമ്മിൽ ഏറെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചെന്താ, നമ്മളിപ്പോ അങ്ങാടികളിലൊക്കെ തന്നെ നമ്മുടെ കടകളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം എന്താ റോഡിലേക്ക് വലിച്ചെറിയുന്നു. അതുപോലെ തന്നെ എന്താ ഈ കോഴിപ്പാർച്ചുകളും ഇറച്ചിയിലും മറ്റു സാധനങ്ങളൊക്കെ വെള്ളത്തിലോ കിണറ്റിലോ എവിടെ ഭാഗം കിട്ടുന്ന വെച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടുകൊണ്ട് നമ്മുടെ ആകെ മലീമസമാകുകയാണ്. എന്നിട്ടോ ഈ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ 2 നേരം കുളിച്ച് നല്ല ഇസ്തിരിട്ട വസ്ത്രമൊക്കെ ധരിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് മനുഷ്യർ വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ പരിസര മലിനീകരണത്തിന്റെ കാര്യത്തിലും പൊതുജലാശയം മലിനപ്പെടുത്തുന്ന കാര്യത്തിലും എല്ലാ അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞുകൊണ്ടുള്ള അതുപോലെ ആഹാര രീതിയിലൊക്കെ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് പഴയ രീതിയിലുള്ള ഭക്ഷണ രീതിയിലൊക്കെ മാറിപ്പോയിട്ടില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് SYS സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ആരോഗ്യ ക്ലാസ് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആരോഗ്യ ക്ലാസ്സുമായിട്ടാണ് ആരോഗ്യ ക്ലാസ് നമുക്ക് ഒന്നോ ദിവസമൊക്കെ നമുക്കതിൻ്റെ ഒരു ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ വിളയിൽ PHCന്റെ നാസർ വളരെ പ്രഗത്ഭനായിട്ടാണ് വേദിയിലൊക്കെ വന്ന് വളരെ ഓരോരുത്തരും വിളിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ട് വളരെ നല്ലതായിട്ടുള്ള ക്ലാസ്സുകൾ അദ്ദേഹം സംഘടിപ്പിച്ചു. പക്ഷെ നമുക്ക് ദിവസം 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറക്കും. ഇനിയിപ്പം ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ ഭക്ഷണം നമ്മൾ തിന്നുന്നത് വിഷമാണ്. ഇപ്പൊ പച്ചക്കറി, ഞാൻ ഈ പച്ചക്കറിയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് വിഷം അടിക്കുന്നതിനെ ഒരുപാട് വിമർശിച്ചതിനാണ്. ആ രംഗത്തിലേക്ക് കടന്നു വന്ന് നോക്കുമ്പോൾ ഞാൻ ഇപ്പം അത് ഒഴിവാക്കാൻ പറ്റാത്ത വിഷം അടിക്കാതെ സാധനം ഉണ്ടാകുക. ആ വിഷം നമ്മൾ തിന്നുകൊണ്ടിരിക്കുക. പലരും രാവിലെ മരുന്നടിച്ച് ഉച്ചന്റെ ദിവസം പറിക്കുന്ന ആളുകളാണ്. അത് എന്തായാലും വിഷം നമ്മൾ തിന്നുകൊണ്ടിരിക്കുക. ഈ ഉള്ള രോഗം ഉണ്ടാക്കുന്ന അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിവത്തിൽ ഈ ലോകത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഫലം ചെയ്യും, അതിന് സംശയമില്ല. പക്ഷെ അതാ ഇത് നമ്മൾ കൊണ്ടുപോകാൻ തയ്യാറാവുകയാണെങ്കിൽ ഫലം ചെയ്യും. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്ത് ഭരണം കിട്ടിയ ആ ഇതിൽ തന്നെ ഒരുപാട് ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കറിയാം, പരിരക്ഷ സാന്ത്വനം പദ്ധതി അതായത് പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളിൽ നിന്നും പള്ളികളിലും അമ്പലങ്ങളിലും മുഴുവനും നടന്ന് പിരിവെടുത്തുകൊണ്ട് ഒരു വമ്പിച്ച മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോട് പലരും സഹായിക്കുകയും അതുപോലെ ക്യാൻസർ പോലുള്ള ആ രോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുകയും അവർക്ക് ഒരു സാന്ത്വനം കൊടുക്കുകയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ഈ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പൊതുജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് അത് നമുക്കറിയാം, നമ്മുടെ ആശുപത്രി
പിന്നെ മഞ്ചേരി മെഡിക്കൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പൊതുജനങ്ങൾ നമ്മളൊക്കെ സഹായ സഹകരണത്താൽ ജില്ലാ പഞ്ചായത്ത് ഒരുപാട് രംഗത്തേക്ക് ഒരുപാട് കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് എന്നും ഒരു രോഗമില്ലാത്ത ആളുകൾ ഒരു വീട്ടിലില്ലാത്ത ഒരു അവസ്ഥയാണ്. ആർക്കെന്ന് ചെന്നാലും രോഗമുള്ള ഒരു അവസ്ഥയുള്ളത്. അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് എന്റെ ആശംസാംശങ്ങൾ നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു ക്ലാസ് കേൾക്കാൻ നിങ്ങൾ ആരെയും നശിപ്പിക്കുന്നില്ല. ഈ SI സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് സർവ്വവിധ വിജയ ആശംസകൾ അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അതുപോലെ തന്നെ PMK പൈസക്കും മറ്റു ഈ പരിപാടിയിൽ സന്നിധരായ എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസ അർപ്പിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യ കാര്യം നമ്മൾ അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് രക്തദാനം എന്നുള്ളത്. പലരും എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് അന്വേഷിക്കാറുണ്ട്. എല്ലാ ജാതിയിലും മതത്തിലും എല്ലാത്തിലും പെട്ട ആളുകൾ എന്നോട് അന്വേഷിക്കാറുണ്ട്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി അത് ആർക്കെങ്കിലും രക്തദാനം ഒരു ഇത് നോക്കാതെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഒപ്പിച്ചു കൊടുക്കലുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തികളെ ഏറ്റവും നല്ലൊരു കാരുണ്യ പ്രവർത്തനമായി നമ്മൾ കാണുകയാണ്. അതിന് നമ്മൾ സർവശക്തനാവാവൂ നമ്മളെ തുണക്കട്ടെ എന്ന് ആദ്യമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ചെറുപ്പക്കാരിൽ ചിലരുടെ ഇടയിൽ ഏറ്റവും കണ്ടുവരുന്ന ഒരു ശീലമാണ് പിന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഹാൻസ്, പാൻപരാഗ് അങ്ങനെയുള്ള പിന്നെ ഇതാണ് നമ്മൾ ഏറ്റവും വലിയ വിപത്തുകളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ കഴിയുന്നതും എല്ലാവരും പിന്നെ അത് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ട് നിലനിൽക്കണമെന്ന് ആദ്യമായി ഞാൻ അത് ഉണർത്തുകയാണ്. അങ്ങനെയുള്ള ശീലങ്ങൾ ഉപയോഗിക്കുന്ന അധിക കുടുംബങ്ങളിലും പലവിധ പ്രയാസങ്ങളും ആ കുടുംബം തന്നെ ആകെ വിഫലമാകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കാണാൻ സാധിക്കുകയുണ്ടായി. അതുപോലെയുള്ള എല്ലാ ദുശ്ശീലങ്ങളും നമ്മൾ നിർത്തിയാൽ നമ്മളുടെ ആരോഗ്യത്തിന് നല്ല ഒരു ഗുണം ചെയ്യുമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ സന്നിധരായ മുൻ വാർഡ് മെമ്പർ സുരേന്ദ്രൻ സാറ്, അതുപോലെ തന്നെ മുൻ വാർഡ് മെമ്പർ EK മൂസ സാഹിബിനും എല്ലാവർക്കും ഈ പരിപാടിയുടെ കമ്മിറ്റിക്ക് വേണ്ടിയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ ക്ലാസ് ശ്രവിക്കുന്ന മറ്റ് ഇതര സമുദായ അംഗങ്ങൾക്ക് ഈ സംഘടനയുടെ ഈ പ്രോഗ്രാമിന്റെയും ആർദ്രവമായ സ്വാഗതാശംസിക്കുന്നു. നല്ലവരായ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഹെൽത്ത് സ്കൂൾ അഥവാ ആരോഗ്യ പാഠശാല. വലിയ തിരക്കും ഒന്നും ഇല്ലാത്ത ആളുകൾ എല്ലാ ആളുകളും ഈ സദസ്സിലേക്ക് കയറിയിരിക്കുകയും നമ്മുടെ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഈ സദസ്സിലൂടെ നടന്നുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ്. അതിനുവേണ്ടി ഈ സദസ്സ് നിങ്ങൾ സജ്ജമാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം ഭൗതികമായും ആത്മീയമായുമുള്ള എല്ലാ ആരോഗ്യത്തിനും വളരെയധികം മുൻഗണന നൽകിയതായിരിക്കുന്ന ഒരു മതമാണ്. ആത്മീയമായ രോഗങ്ങൾക്കുള്ള ചികിത്സയായി മത പഠന ക്ലാസുകളും മറ്റുള്ള കാര്യങ്ങളും നടന്നു വരുന്നു. ഭൗതികമായ ചികിത്സ സംബന്ധിച്ച് അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മുടെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അതിന്റെ പുറമെ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ 1992
പ്രമേയം അനുസരിച്ച് ഇന്നൊരു ജലദിനം കൂടിയാണ്. അഥവാ ജലത്തിന്റെ ദൗർബല്യം, ശുദ്ധജലത്തിന്റെ കുറവ് ഇന്ന് എല്ലാ നാട്ടിലും ഒരു വലിയ പ്രശ്നമായി, അത് ഒരു യുദ്ധത്തിലേക്ക് വരെ എത്തിച്ചേരുവാൻ ഇടയാക്കുന്ന ഒരു പ്രശ്നമായി തീരുകയാണ്. അതുകൊണ്ട് SVSന്റെ അതിന്റെ പ്രമേയം എന്ന നിലയ്ക്ക് എല്ലാവരോടും എന്നോടും ഞാൻ അപേക്ഷിക്കുവാനുള്ളത്, ശുദ്ധജലം അത് വളരെയധികം വിലപ്പെട്ടതാണ്, അത് പാഴാക്കി കളയുവാൻ പാടില്ല. നമുക്ക് നേരത്തെ ഉദ്ഘാടക പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 3 നേരം കുളിക്കുക എന്നുള്ളത് കേരളക്കാരുടെ ശീലമാണ്. അതല്ലെങ്കിൽ 1 നേരം 2 നേരം. മറ്റ് ഇതര സംസ്ഥാനങ്ങളിലോ മറ്റ് നാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം വളരെ അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നാമും വെള്ളം ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശീലിക്കണം. ഈ ജലദിനം എന്നുള്ളത് ആ ജലത്തിന്റെ ലഭ്യത, അതിന്റെ വിശ്വാസത, അതിന്റെ സൂക്ഷിപ്പ് വളരെയധികം പ്രധാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ദിനമാണ് എന്ന് കൂടി നാം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളത്തിനെ എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ ചോദിക്കുന്നുണ്ട്, ഈ വെള്ളം, ഈ നിങ്ങൾ കുടിക്കുന്ന, നിങ്ങൾ ശ്വസിക്കുന്ന, നിങ്ങൾ പാനീയമായി ഉപയോഗിക്കുന്ന, നിങ്ങൾ കുളിക്കുന്ന, നിങ്ങൾ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന ഈ വെള്ളമെങ്ങാനും അല്ലാഹു വറ്റിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക? ലോകത്തൊരാൾക്കും തന്നെ സാധിക്കുകയില്ല. അതിന് മറുപടിയായി നാം പറയുന്ന സുന്നത്താണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇന്ന് ഏതോ ഒരു പത്രത്തിൽ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിൽ 12 മാസവും വളരെയധികം മഴ വർഷിക്കുന്ന ഒരു നാടുണ്ടായിരുന്നു. ഇന്ന് ആ നാട്ടിൽ മഴ എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല, മഴ തന്നെ കിട്ടുന്നില്ല. നമുക്കെല്ലാവർക്കും 6 മാസം കേരളത്തിൽ മഴ വർഷിക്കും, അത് പ്രതീക്ഷിച്ചാണ് നാം കൃഷി ചെയ്യുന്നതും മറ്റു എല്ലാ കാര്യങ്ങളും നാം ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവരുവാൻ മറ്റൊരു ശക്തിക്കും ഈ ലോകത്ത് സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹം, ഈ ജലം, അത് വളരെയധികം അവനക്ക് തൃപ്തിപ്പെട്ട മാർഗത്തിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഈ SVSന്റെ സന്ദേശമായി നിങ്ങൾ എല്ലാവരും അത് അറിയിച്ചുകൊണ്ട് ഈ സദസ്സിനും ഈ സംഘാടകർക്കുമെല്ലാം ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.